നമ്മളിനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് അതൊരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ പ്രോബ്ലം ആണ്. ആരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? 2x³ - 3x² - x+1 ക്യൂബ് റൂട്ടിന് ഓൾ റേസ് ടു 1/3 ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രന്റ് ഒരു കംഫർട്ടബിൾ ആയ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടിലേക്ക് പെട്ടെന്ന് അതിനെ മാറ്റാൻ കഴിയുന്നില്ല. അതേസമയം ഇത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ നിങ്ങൾ ഓർക്കണം, നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാം. അതായത് 2x³ - 3x² - x+1 ക്യൂബ് റൂട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ, ഡയറക്റ്റ് ആണ്, ക്യൂബ് റൂട്ട് ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പ്രോബ്ലത്തെ ഐ എന്ന് വിളിക്കാം. ഐ ഇന്റഗ്രൽ 0 to 1 2x³ - 3x² - x+1 ഓൾ റേസ് ടു 1/3. നിങ്ങൾ എന്താ ആലോചിക്കേണ്ടത്? ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പെട്ടെന്ന് മനസ്സിലാക്കുകയും ഉടനെ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ ചിന്തിച്ചു. ഏറ്റവും സിമ്പിൾ പ്രോപ്പർട്ടിയായ ഇന്റഗ്രൽ a to b അറിയാലോ, ഇന്റഗ്രൽ a to b f(x) dx എന്ന അതേ പ്രോബ്ലത്തെ നമുക്ക് ഏത് രീതിയിലും എഴുതാം. ഇന്റഗ്രൽ a to b f(a + b) കുറച്ചുകൂടി സ്ഥലം എടുക്കട്ടെ ഇവിടെ, is equal to ഇന്റഗ്രൽ a to b f(a + b - x). അപ്പൊ ഇവിടെ a എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ കുറേ കൂടി ഈസി ആയി. നമ്മുടെ കേസിൽ ഇന്റഗ്രൽ 0 to 1 f(x) dx എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? ഇന്റഗ്രൽ 0 to 1 f(1 - x) dx. അപ്പൊ ഈ പ്രോബ്ലത്തെ നമുക്ക് എല്ലാ എക്സുകൾക്ക് പകരം 2 × 1 - x³ - 3 × 1 - x² -(1 - x+1) ഓൾ പവർ 1/3 എന്ന് എഴുതാം പ്രോപ്പർട്ടി ഉപയോഗിച്ച്. എന്ന് വെച്ചാൽ ഐ ഈക്വൽ ടു നമുക്കതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എക്സ്പാൻഡ് ചെയ്താൽ ഫസ്റ്റ് ടേം 1 ആണ്, -3x ആണ്. അപ്പൊ -6x + 6x² - 2x³ -3 +6x -3x² -1 + x+1 dx. കുറേയും കൂടി കൃത്യമായിട്ട് എഴുതുമ്പോൾ ഇന്റഗ്രൽ 0 to 1 എന്ത് വരും നിങ്ങൾക്ക് അതിനകത്ത്? how many x³ what you get is -2x³. എത്ര x² വരുന്നുണ്ട് നോക്കാം. 6x -3x². അപ്പൊ നമുക്ക് +3x². how many x? -6x + 6x ക്യാൻസൽ ആവുന്നു, +x. then 2 -3 what you get is -1 all raised to 1/3. ഇങ്ങനെയാണ് വരുന്നത്. വീണ്ടും നമുക്ക് അതിനുള്ളൊന്ന് -1 പുറത്തെടുത്താൽ ഇന്റഗ്രൽ 0 to 1 ഇതിനകത്തുനിന്ന് നെഗറ്റീവ് നിന്ന് മൈനസ് പുറത്തെടുക്കുമ്പോൾ, എല്ലാ ടേമിൽ നിന്ന് നെഗറ്റീവ് പുറത്തെടുക്കുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് -1 വൺ ഓഫ് ദ വാല്യൂ, റിയൽ വാല്യൂ മാത്രം ഇവിടെ കൺസിഡർ ചെയ്താൽ മതി, അത് മൈനസ് ആണ്. അതുകൊണ്ട് നമുക്ക് -2x³ -3x² -x+1 ഓൾ റേസ് ടു 1/3. അതായത് ക്യൂബ് റൂട്ടിന് അകത്തുനിന്നാണ് നെഗറ്റീവ് എടുക്കുന്നത്. അപ്പൊ പുറത്തോട്ട് വരുമ്പോൾ -1 ഓൾ റേസ് ടു 1/3. ആക്ച്വലി നമുക്ക് സത്യത്തിൽ അവിടെ എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ഇതാണ്, -1 ഓൾ റേസ് ടു 1/3 എന്ന് എഴുതണം. എത്രയാണ് -1 ഓൾ റേസ് ടു 1/3? വൺ ഓഫ് ദ റിയൽ വാല്യൂ ഇസ് -1. അപ്പൊ അത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് നേരെ എന്ത് വരുന്നു? ക്വസ്റ്റ്യന്റെ നെഗറ്റീവ് ആയിട്ട് വരും. അപ്പൊ i ഈക്വൽ ടു -i. ഒന്ന് ആലോചിച്ച് നോക്കൂ. i ഈക്വൽ ടു -i എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? i ഈക്വൽ ടു -i എന്ന് വരുമ്പോൾ what you can write is 2i ഈക്വൽ ടു i ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ 2i ഈക്വൽ ടു 0, 2i ഈക്വൽ ടു 0, therefore i ഈക്വൽ ടു 0. ഇതൊക്കെ ആ പ്രോപ്പർട്ടി ഐഡിയ ആണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനെ, ഐ എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യനെ ഞാൻ ഇന്റഗ്രൽ a to b f(x) dx a + b - x അഥവാ 0 to a ഇന്റഗ്രൽ 0 to a എന്ന് പറയുമ്പോൾ f(a - x) ആ 0 to 1 ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ 0 to 1 എക്സുകൾക്കൊക്കെ പകരം 1 - x കൊടുത്ത് എഴുതി നെഗറ്റീവ് കോമൺ ആയിട്ട് പുറത്ത് വെക്കുമ്പോൾ our question is again is equal to negative of the question. Question is equal to negative of the question എന്ന് പറഞ്ഞാൽ the only possibility is what? പോസിറ്റീവ് നെഗറ്റീവ് സെയിം ആവുന്ന നമ്പർ ആര് മാത്രമാണ്? 0 ആണ്.
ബിക്കോസ് ഇറ്റ് സീറോ ഈസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. അതുകൊണ്ട് ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ 2y ഈക്വൽ ടു 0, ദാറ്റ് ഈസ് വൈ I ഈക്വൽ ടു 0. സോ 0 ഈസ് ദ ആൻസർ ഓഫ് ദിസ് പ്രോബ്ലം. 0 ആണ് ആൻസർ വരുന്നത്. നോക്കൂ, ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ 1 ആണ് വരുന്നത്. അപ്പൊ ഇതൊരു ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ വരുന്ന പ്രോബ്ലം ആണ്. ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ സിമ്പിൾ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നു. ആൻസർ ഓപ്ഷൻ 1, ആൻസർ ഈസ് 0. ഓക്കെ.